ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത്. റെസിനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നല്ലേ? അങ്ങനെ പ്രണയിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പ്രണയമെന്ന് പറയുന്നത് ആത്മാർത്ഥത ഉള്ളതായിരുന്നു. നിങ്ങൾക്ക് ആ വ്യക്തിയോട് നല്ല രീതിയിലുള്ള അടുപ്പമുണ്ടായിരുന്നു. ആ വ്യക്തിയെ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. ആ വ്യക്തിയിൽ നിങ്ങൾ അവരുമായിട്ട് ഉള്ള നിമിഷങ്ങളെന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ നിമിഷത്തിൽ കൂടെ ആയിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്കങ്ങനെ പരാതിയോ പരിഭവമോ അങ്ങനെയൊന്നുമില്ലായിരുന്നു. കാരണം അത്രയും നിങ്ങൾക്ക് യോജിച്ചൊരാളിനെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെ എനിക്ക് പറയാൻ കഴിയും. നല്ല സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് വരെ എത്തേണ്ട നിങ്ങളായിരുന്നു. കാരണം അത്രയും ശക്തമായ ഒരു ബന്ധമായിരുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട്. നല്ലൊരു ബന്ധം തന്നെയായിരുന്നു തന്നെ പറയാൻ കഴിയും. കാരണം നിങ്ങൾ ആ ബന്ധത്തിൽ ശാന്തതയും സമാധാനവും സന്തോഷമൊക്കെ നിങ്ങൾക്കുണ്ടായിരുന്ന് സമാധാനപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ പറയാൻ കഴിയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് നിങ്ങൾക്ക് ചെറിയ ഒരു അകൽച്ച നിങ്ങളെ ബാധിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളുടെ പങ്കാളി നിങ്ങളിൽ നിന്ന് എന്തോ കാരണം കൊണ്ട്, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളിൽ നിന്നും കുറച്ച് അകന്നു നിൽക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഒരുപാട് വലിയ പ്രശ്നമായിട്ടൊന്നുമല്ല, നിങ്ങളുടെ ചെറിയ ഒരു ഈഗോ കോംപ്ലക്സ് എന്നൊക്കെ രണ്ടു പേർക്കും ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിങ്ങൾ ഒന്ന് മാറി നിന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. അത്രയും വളരെ സന്തോഷത്തോടെ തന്നെയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. വേറൊരു പ്രശ്നവും നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഇല്ലായിരുന്നു. വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ വ്യക്തിയുമായി നിങ്ങൾക്ക് അങ്ങനെ അകന്നു നിൽക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളൊട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടാകുമെന്ന്. നിങ്ങളൊട്ടും വിചാരിച്ച സമയത്തല്ല, അല്ലെങ്കിൽ നിങ്ങളങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോഴല്ല അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായത്. എന്നാൽ നിങ്ങളുടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്നും കാത്തിരിക്കുകയാണ്. ആ വ്യക്തിയെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണെന്നുള്ളതാണ്. നിങ്ങൾക്കവരെ വിട്ട് കളയാനുള്ള ഒരാഗ്രഹവും ഇല്ല. യൂണിവേഴ്സ് അങ്ങനെ പറയുന്നുമില്ല. അപ്പോൾ ആ വ്യക്തിയുമായി സംസാരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. നിങ്ങളിൽ നിന്നും മാറി നിന്നപ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് വേദനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു തിരിച്ചടിയല്ലേ. അപ്പോൾ അത് നിങ്ങളെ വളരെയധികം വിഷമപ്പെടുത്തി. ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായ മാറ്റം ഒരിക്കലും നിങ്ങളങ്ങനെ മാറില്ല എന്ന് തന്നെ, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പിണക്കം ഉണ്ടാവില്ല. പലരുടെ പിണക്കത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ നിങ്ങൾ പറയും നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാലൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തിരുന്നവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും അവർക്ക് കിട്ടിയ ആ ഒരു സ്നേഹം അവർ തിരിച്ചറിഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കി അവർ വിഷമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളാണ് ഈ ഒരു വലിയ വിഷയമാക്കി മാറ്റിയിരിക്കുന്നത്. ഇന്ന് വിളിക്കാം നാളെ വിളിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ചെറിയ ഒരു തട്ട് തരണമെന്നേ അവർ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ അതൊരു വലിയ തെറ്റായി പോയി എന്ന് അവർക്കിപ്പോൾ മനസ്സിലാവും. അത് നിങ്ങളെ ഒന്ന് പാഠം പഠിപ്പിക്കണം. നിങ്ങളെന്തെന്ന് മനസ്സിലാക്കട്ടെ എന്നെക്കുറിച്ച് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിങ്ങളിൽ നിന്ന് ജസ്റ്റ് അകന്ന് നിന്നത്. പക്ഷെ അതിപ്പോൾ വലിയ ഒരു പ്രശ്നമായി. കാരണം ഇപ്പോൾ
അങ്ങനെ വിളിക്കാതിരുന്നപ്പോൾ തന്നെ, നിങ്ങളുമായി അകന്നപ്പോൾ തന്നെ നിങ്ങൾക്കതൊരു വലിയൊരു വിഷയമായി നിങ്ങൾക്ക് മാറി. കാരണം നിങ്ങളും അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്തില്ല, അവരും ഇങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്ത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതൊരു ഈഗോയിലേക്ക് മാറിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോൾ അവർ വിചാരിക്കുന്നത് ചെയ്യണ്ടായിരുന്നു, ഇങ്ങനൊരു പ്രശ്നം വേണ്ടായിരുന്നു. നിങ്ങളെക്കുറിച്ചാണ് അങ്ങോട്ട് അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. എത്രയൊക്കെ വിചാരിച്ചിട്ടും അവർക്ക് ആ ഫീലിങ്സിൽ നിന്നും അവർക്ക് മാറാൻ കഴിയുന്നില്ല. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും അവരുമായിട്ടുള്ള കണക്ഷനിൽ നിന്നും പിന്നോട്ട് വലിഞ്ഞവരുമുണ്ട്. കാരണം അത്രയും ദേഷ്യം അവരോട് തോന്നിയിട്ടുള്ളവരുണ്ടെന്നാണ്. അവർക്കിപ്പോൾ തന്നെ തോന്നുന്നത് അവർ തനിച്ചായി. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും, ഒരാളിനല്ല 2 പേർക്കും തനിച്ചായി പോയി എന്നുള്ളൊരു ഫീലിങ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് അവർ വിചാരിക്കുന്നു, അയ്യോ ഞാൻ ഒരു കുന്നിൻ്റെ മുകളിലായിപ്പോയോ, അല്ലെങ്കിൽ ഞാൻ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുവാണ്, എപ്പോഴും വിഴുന്നു പോകുമോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മനസ്സിൻ്റെ ഒരു ഫീലിങ്സായിട്ട് അവർക്ക് അവർ വല്ലാത്തൊരവസ്ഥയിലായി എന്ന് വേണമെങ്കിൽ. അവരെ മാത്രമല്ല, നിങ്ങളും ആ രീതിയിൽ തന്നെ. പക്ഷെ അവർക്ക് ഇച്ചിരി കൂടെ ധൈര്യമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് താഴാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് അവർക്കത് താഴ്ന്നു വരാനൊരു ബുദ്ധിമുട്ട്. അവരങ്ങനെ ബലം പിടിച്ച് തന്നെ നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അവരുടെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നിവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്കത് അംഗീകരിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങളതുമായിട്ട് ആ രീതിയിലല്ല നിങ്ങൾ സംസാരിച്ചത്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ അവർ മുറുകെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ എത്ര സമ്മർദ്ദമുണ്ടായാലും അവർ വിചാരിക്കുന്നത് അടുത്ത് വരണ്ട, കുറച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ട് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സ് പറയുന്നതെന്നാൽ അവർ മാനസികമായിട്ട് അവർ അസ്വസ്ഥരാണ്. അവരെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ വിളിക്കൂ, നിങ്ങളോട് സംസാരിക്കുമെന്ന്. പക്ഷെ അതവരെ മാനസികമായിട്ട് അവരിപ്പോൾ അസ്വസ്ഥതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർക്കിപ്പോൾ അതൊരു തെറ്റിദ്ധാരണയായിട്ട് അവരത് വലിയ തർക്കവുമായിട്ടൊക്കെയാണ് മനസ്സിൽ കരുതി. കാരണം ഇനിയിപ്പോൾ അവർക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് അത് അംഗീകരിച്ചില്ല, എന്തുകൊണ്ട് അതെന്നെ മനസ്സിലാക്കുന്നില്ല, ഞാനങ്ങനെ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഇത്രയൊക്കെ എന്നോടൊപ്പം വന്ന് ഇത്രയും സ്നേഹം കാണിച്ചിട്ട് എങ്ങനെ മാറി നിൽക്കാൻ കഴിയുന്നു, ഇതെങ്ങനെ ഇതിന് പറ്റുന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടിലാണ് നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഒരുപാട് അവർക്കൊരു വെല്ലുവിളി ആയതുപോലെ നേരിടുന്നത് പോലെയൊക്കെയാണ് അവർക്ക് തോന്നുന്നത്. അവരങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കുകയാണ്. കാരണം അവരുടെ പദ്ധതികൾ, ഇപ്പോൾ നിങ്ങളും അത് അവരുമെന്ന് പറയുന്നത് ഈ പദ്ധതികൾ, നിങ്ങൾ കുറച്ച് പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അതിൽ നിങ്ങൾ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പരീക്ഷത്തിൽ നിങ്ങൾക്ക് വളരെ വേഗം പുറത്ത് വരണമെങ്കിൽ നിങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്തു, ഇനിയിപ്പോൾ വരട്ടെ, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, വരട്ടെ. അവർ വിചാരിക്കുന്നു നിങ്ങളും വരട്ടെ. അങ്ങനെ നിങ്ങൾ പദ്ധതികളൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓരോന്നും ഇങ്ങനെ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് തന്നെ നിങ്ങളും അവരും അങ്ങനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ഓരോ പ്ലാൻ ചെയ്യണം. അവർ വിളിക്കട്ടെ, വരട്ടെ, അവരത് ചെയ്യട്ടെ, നോക്കട്ടെ എത്ര ദിവസം പോകുന്നൊക്കെ. പക്ഷെ ഇതൊക്കെ പറയുന്നെങ്കിലും ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ആ വ്യക്തിയെ പിരിഞ്ഞിരിക്കാനെന്ന് നിങ്ങൾക്കോ അവർക്കത് നിങ്ങൾക്ക് മാനസികമായ ഒരു വളരെ ഭാരം, നിങ്ങൾക്ക് മാത്രമല്ല ആ വ്യക്തിക്കും വലിയ ഒരു ഭാരമാണ് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെയാണ് ഇവിടെ പറയുന്നത്. ശരിക്കും നിങ്ങളൊരു ഭാരം ചുമക്കുന്ന പോലെയൊക്കെയാണ് ഇവിടുത്തെ സ്പ്രെഡ് സൂചിപ്പിക്കുന്നത്. വളരെയധികം ചിന്തയിലാണ്, ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതായത് നിങ്ങളുമായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള സംസാരം, നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത്, നിങ്ങളുടെ സ്വഭാവത്തിൽ അവരിങ്ങനെ ഓർത്തോർത്ത് നടക്കുകയാണ്. അവർക്ക് എന്ത് തീരുമാനത്തിലെത്തണം എന്നുള്ള ഒരു ധാരണയില്ലാതെ അവർ മാനസികമായ സമ്മർദ്ദത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ക്ഷീണിതരാണെന്ന് പറയുന്നു. അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടതുപോലെ എന്ന് പറയുന്നുണ്ട്. അവർ ഉറങ്ങാത്ത രാത്രികളാണ് ഇപ്പോൾ കൂടുതൽ വന്നിട്ടുള്ളത്. അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ഒരു സാഹചര്യം മാറി നിങ്ങളിലേക്ക് ആ പഴയ ഒരു
റീയൂണിയൻ അവർക്ക് ഉണ്ടാവണമെന്നാണ്, പഴയ ഒരു സിറ്റുവേഷനിലേക്ക് വരാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതെങ്ങനെ വരാമെന്നവർ ചിന്തിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ ഇനി ഒരിക്കലും ഒരു പ്രോബ്ലം ഉണ്ടാകാത്ത രീതിയിൽ മാത്രമേ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. അത്രയും ശക്തമായിട്ടാണ് അവർ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, അങ്ങനൊരു നല്ല നിലപാടിലേക്കാണ് അവരിപ്പോൾ ഉള്ളത്. അവർ ശരിക്കും പാഠങ്ങൾ പഠിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളില്ലാത്തതിനെക്കുറിച്ച് അവർ വളരെയധികം ചിന്തിച്ചു, കാരണം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ്. നിങ്ങളോടുള്ള ആത്മാർത്ഥമായ ഒരു പ്രണയം അവർക്കുണ്ട്, അതവർ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും അവരെ വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളും അവർ ഒരഡിക്റ്റായതുപോലെയാണ് നിങ്ങളുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. അതിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകില്ല എന്ന്, നിങ്ങൾ നല്ലൊരു റീയൂണിയനിലേക്കാണ് പോകുന്നതെന്നും ഇവിടെ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. അവർ നിങ്ങളെ ഇപ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ആ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിച്ച് ഉണ്ടായ പ്രോബ്ലമൊക്കെ മറന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അവർ വരുന്നത് തന്നെ ഇനി നിങ്ങളുടെ അടുത്ത് സന്തോഷത്തോടെയുള്ള നാളുകളായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഉള്ള രീതിയിലാണ് അവർ മനസ്സിലാക്കി. ഒരു സ്ഥിരമായിട്ട് നിലനിന്ന് പോകണം നമ്മുടെ ഈ ജീവിതം അല്ലെങ്കിൽ ഈ ലൈഫ്. നല്ല രീതിയിൽ ആത്മാർത്ഥത 2 പേർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മാർത്ഥമായ ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് 2 പേർക്കും പോകാൻ കഴിയുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് ഇനിയൊരു പ്രശ്നം ഉണ്ടാവാത്തില്ല എന്നാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഉണ്ടാക്കാനുള്ള ശ്രമം നിങ്ങളിനി നടത്തരുത്. കാരണം ഇതിൽ തന്നെ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. അതിവിടുത്തെ സ്പ്രെഡുകൾ അങ്ങനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാനങ്ങനെ നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടവരാണ് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയവരാണ്. നിങ്ങൾ പരസ്പരം എല്ലാം ഷെയർ ചെയ്തവരാണ്. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എല്ലാം നിങ്ങൾ പരസ്പരം അപ്പോൾ ഷെയർ ചെയ്യുന്ന വ്യക്തികളാണ്. ഇവിടെ ഇത്രയും ഒരു ചെറിയൊരു അകൽച്ച ഇങ്ങനെ ഉണ്ടാകുമെന്ന് നിങ്ങളോ അവരോ വിചാരിച്ചില്ല. അപ്പം നിങ്ങളൊരു ഈഗോയിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നല്ല ബന്ധത്തിലാണ്, നല്ല ബന്ധമുള്ളവരാണ്, നല്ലപോലെ ആത്മാർത്ഥമായിട്ട് പോകുന്നവരാണെന്നാണ്. ഇങ്ങനെയൊന്നും വരേണ്ടവരായിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ സ്പ്രെഡുകളൊക്കെ നല്ല രീതിയിലാണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവേണ്ടവരാണ്. അപ്പോൾ എന്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇനി വരുന്നതെന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സ്ഥിരതയോടും ദീർഘകാലം അഭിവൃദ്ധിയോടും ശക്തമായ ഒരു അടിത്തറയോടും കൂടിയായിരിക്കും ഇനി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇതിൽ നിന്നൊക്കെ കുറച്ച് പാഠങ്ങൾ മനസ്സിലാക്കിയെന്നുണ്ട്. കാരണം നിങ്ങൾ അത്രയും വലിയ ആയിട്ടല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് അത്രയും ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ വലിയൊരു അടിപിടിയായിട്ടൊന്നും മാറിപ്പോയവരല്ല നിങ്ങളെ സംബന്ധിച്ച് വളരെ കൂളായിട്ടാണ് നിങ്ങൾ ചെറിയ അഭിപ്രായം, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു സ്വാർത്ഥത നിങ്ങൾക്ക് പരസ്പരം ഉണ്ടായതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ സ്വാർത്ഥത വന്നപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടായി. അതിലുണ്ടായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്ത് വരുമെന്നുള്ളത് തന്നെയാണ്. അത് വെറുതെ ഉള്ളൊരു വരവല്ല. അവർ നല്ല രീതിയിൽ ആലോചിച്ചിട്ടാണ് നിങ്ങൾ തമ്മിൽ നല്ലൊരു റീയൂണിയൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.